നമസ്കാരം, എ ടി മലയാളത്തിലേക്ക് സ്വാഗതം. 200 രൂപയിൽ താഴെ വിലയുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ഒരു ഓഹരിയാണ് ഈ സെഷനിൽ പരിചയപ്പെടുന്നത്. ഇതിനായി ചില മാനദണ്ഡങ്ങൾ കോമൺ ആയി പരിഗണിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് PE റേഷ്യോ തന്നെയാണ്. PE 16-ൽ താഴെയുള്ള ഓഹരിയാണിത്. അടുത്തത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. ഇത് 2-ൽ താഴെയുള്ള മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു കമ്പനിയാണിത്. പറഞ്ഞു വരുന്നത് ഗെയിൽ ഇന്ത്യയുടെ കാര്യമാണ്. 1984-ൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമായി ആരംഭിച്ച ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക വിതരണ കമ്പനിയാണ്. പ്രകൃതിവാതകത്തിനും LPGക്കുമായി വിപുലമായ പൈപ്പ് ലൈൻ ശൃംഖലകൾ കമ്പനി നിർമ്മിക്കുകയും അവയുടെ ഉടമസ്ഥാവകാശം വഹിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്യാസ് ട്രാൻസ്മിഷൻ, മാർക്കറ്റിംഗ് മേഖലകളിൽ ആധിപത്യം പുലർത്തുന്ന ഗെയിൽ സിറ്റി ഗ്യാസ് വിതരണവും നടത്തുന്നുണ്ട്. ഇതിനു പുറമെ പെട്രോകെമിക്കൽസ്, LNG, പര്യവേക്ഷണം, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ എന്നീ മേഖലകളിലും കമ്പനിക്ക് താല്പര്യമുണ്ട്. നമുക്ക് കമ്പനിയുടെ പ്രധാന വാല്യുവേഷൻസ് ഒപ്പം ഫൈനാൻഷ്യൽ മെട്രിക്സ് നോക്കാം. ട്രെൻഡ് ലൈൻ ഉപയോഗിക്കുന്നവർക്ക് അറിയുമായിരിക്കും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവർ ഒരു സ്റ്റോക്കിന്റെ ഡാറ്റ നൽകിയിട്ടുണ്ടാവും. ഇവിടെ ഗെയിലിന്റെ കാര്യം എടുത്താൽ കമ്പനിയുടെ പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ 12.7 ആണ്. ഇത് ഇൻഡസ്ട്രി മീഡിയനേക്കാൾ താഴെയാണ്. അതായത് ഓഹരി നിലവിൽ ആകർഷകമായ വിലയിൽ ലഭ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതേസമയം കമ്പനിയുടെ പെഗ് റേഷ്യോ -0.4 ആണ്. ഇതൊരു നെഗറ്റീവ് മൂല്യമായതിനാൽ നിക്ഷേപകർ കൂടുതൽ വിശകലനം നടത്തേണ്ടതുണ്ട്. കമ്പനിയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.2 ആണ്. ഇത് വ്യവസായ മേഖലയിലെ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ അളവിലാണ്. കമ്പനിയുടെ 41.15% ഓഹരികളും ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകരുടെ കൈവശമാണ്. കമ്പനിയുടെ വരുമാന വളർച്ച പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഇതേ പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ വരുമാനത്തിൽ 4.5% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 12 മാസത്തെ പ്രവർത്തന വരുമാനം 3.1% വളർച്ച കാണിക്കുന്നുണ്ട്. ഇത് ഈ മേഖലയിലെ ശരാശരിയേക്കാൾ താഴെയാണെന്നതാണ് മറ്റൊരു സവിശേഷത. ലാഭത്തിന്റെ കാര്യത്തിൽ വലിയ തിരിച്ചടിയാണ് കമ്പനി നേരിടുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ പാദത്തിലെ അറ്റാദായത്തിൽ 57% ഇടിവും കഴിഞ്ഞ 12 മാസത്തെ അറ്റാദായത്തിൽ മൊത്തത്തിൽ 30% ഇടിവുമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തന ലാഭവിഹിതം ഈ പാദത്തിൽ 8.3%, കഴിഞ്ഞ 12 മാസ കാലയളവിൽ 9.5%. ഇത് മറ്റ് സമാന കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കാണ്. കമ്പനിയുടെ സാമ്പത്തിക കരുത്തളക്കുന്ന പിയോട്രോസ്കി സ്കോർ 6 ആണെന്ന് കാണാം. ഇത് ശരാശരി നിലവാരത്തെ സൂചിപ്പിക്കുന്നു. ഓഹരിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ നിഫ്റ്റി 50 സൂചികയേക്കാൾ 5.2% മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം സെക്ടറിലെ മറ്റ് ഓഹരികളുമായി താരതമ്യം ചെയ്യുമ്പോൾ 25% പിന്നിലായി പോയിട്ടുണ്ട്. എന്നിരുന്നാലും കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 14.6%, റിട്ടേൺ ഓൺ അസറ്റ്സ് 9.4%. ഇത് ഈ മേഖലയിലെ ശരാശരിയേക്കാൾ ഉയർന്നതും പോസിറ്റീവുമായ ഘടകങ്ങളാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 2 തവണയും ഗെയിലിന്റെ യഥാർത്ഥ വരുമാനം വിദഗ്ധർ പ്രവചിച്ച ശരാശരിയേക്കാൾ കൂടുതലായിട്ടുണ്ട്. വരും വർഷങ്ങളിലും വരുമാനത്തിൽ ക്രമാനുഗതമായ വർധനവ് ഉണ്ടാകുമെന്ന് പ്രവചനം സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2026-2027 സാമ്പത്തിക വർഷങ്ങളിൽ കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ നിലവിൽ 17.2 ആണ്. എന്നാൽ 2026 സാമ്പത്തിക വർഷത്തിൽ ഇത് 33.5% കുറയാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ശരാശരി 11.4 താഴ്ന്നേക്കാമെന്നാണ് കണക്കാക്കുന്നത്. ഭാവി പദ്ധതികളുടെ ഭാഗമായി US-ലെ ഈഗിൾ ഫോഴ്സ് സ്പേസിനിലെ ഷെൽ ആസ്തികളിൽ പങ്കാളിത്തമുള്ള ഗെയിലിന്റെ US വിഭാഗമായ ഗെയിൽ ഗ്ലോബൽ ഇന്റർ കോർപ്പറേഷനിൽ $64 മില്യൺ നിക്ഷേപിക്കാൻ കമ്പനി അനുമതി നൽകിയിട്ടുണ്ട്. ഇത് പുതിയൊരു ഏറ്റെടുക്കലല്ല, മറിച്ച് കടബാധ്യത കുറയ്ക്കാനും പ്രവർത്തനങ്ങൾ സുഗമമാക്കാനുമുള്ള മൂലധന നിക്ഷേപം മാത്രമാണ്. പ്രകൃതിവാതകത്തിന് പുറമെ മറ്റു മേഖലകളിലേക്കും ഗെയിൽ അതിവേഗം വൈവിധ്യവൽക്കരണം നടത്തുന്നുണ്ട്. ഏകദേശം 210 ബില്യൺ രൂപയുടെ നിക്ഷേപത്തിൽ MNJPL കോറിഡോറിൽ 2 വട്ടം നിർമ്മാണ പ്ലാനുകൾ സ്ഥാപിക്കാൻ കമ്പനിക്ക് വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട്. പുനരുപയോഗ ഊർജ്ജത്തെ ഒരു തന്ത്രപ്രധാനമായ വളർച്ചാ അവസരമായി കാണുന്ന ഗെയിൽ നിലവിലുള്ള 145 മെഗാവാട്ട് കാറ്റാടി ഊർജ്ജം, 27 മെഗാവാട്ട് സൗരോർജ്ജ ഊർജ്ജം, ക്ലീൻ എനർജി പോർട്ട്ഫോളിയോ വിപുലീകരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ 170 മെഗാവാട്ട് വിൻഡ് പ്രൊജക്ട്, ഉത്തർപ്രദേശിൽ 100 മെഗാവാട്ട്, 600 മെഗാവാട്ട് സോളാർ പ്രൊജക്ടുകൾ, കൂടാതെ വിവിധ ഗെയിൽ കേന്ദ്രങ്ങളിലായി 35 മെഗാവാട്ട് സോളാർ പ്ലാന്റുകൾ എന്നിവ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ ഓഹരിയെക്കുറിച്ച് പഠനം നടത്തിയ 31 സാമ്പത്തിക വിദഗ്ധരിൽ ഭൂരിഭാഗവും ഈ ഓഹരിക്ക് ബൈ എന്ന അഭിപ്രായമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ 18 പേർ സ്ട്രോങ് ബൈ എന്നും 7 പേർ ബൈ എന്നും നിർദ്ദേശിക്കുന്നു. 4 പേർ നിലവിൽ ഓഹരി ഹോൾഡ് എന്ന റേറ്റിംഗും ഒരാൾ സെൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഭൂരിഭാഗം വിദഗ്ധരും ഓഹരിയിൽ വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. ഗെയിൽ ഓഹരിയുടെ നിലവിലെ ടെക്നിക്കൽസ് പരിശോധിച്ചാൽ 160 രൂപ നിലവാരത്തിൽ വ്യാപാരം തുടരുന്ന ഓഹരി ഒരു മുന്നേറ്റത്തിന്റെ സൂചനകൾ നൽകുന്നുണ്ട്. ഹ്രസ്വകാലത്തേക്ക് 186 എന്ന ശക്തമായ സപ്പോർട്ട് ലെവലായി നിലനിൽക്കുമ്പോൾ 163 എന്ന റെസിസ്റ്റൻസ് മറികടന്നാൽ ഓഹരി 168 മുതൽ 190 വരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. നിലവിൽ
50-ഡേ മൂവിംഗ് ആവറേജിന് മുകളിലാണെങ്കിലും 200-ഡേ മൂവിംഗ് ആവറേജിന് താഴെയായതിനാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ പൂർണ്ണമായ ഒരു ബുള്ളിഷ് ട്രെൻഡ് കൈവരിച്ചിട്ടില്ല. എന്നിരുന്നാലും 60.32 എന്ന പോസിറ്റീവ് RSI നിലവാരവും ബുള്ളിഷ് ക്രോസ് ഓവർ കാണിക്കുന്ന MACD സൂചകങ്ങളും ഓഹരിയിൽ ഇനിയും വാങ്ങാൻ സമ്മർദ്ദം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നു. ഒരു ബ്രേക്ക്ഔട്ട് റീടെസ്റ്റ് ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ ഓഹരിയിൽ 156 സ്റ്റോപ്പ് ലോസ് ആയി നിശ്ചയിച്ച പുതിയ നിക്ഷേപങ്ങൾ പരിഗണിക്കാവുന്നതാണ്. എങ്കിലും വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദഗ്ധ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും.